സംസ്ഥാനത്ത് ചൂട് ഓരോ ദിവസം ചെല്ലുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇനിയും ചൂട് കൂടുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സാധാരണ സ്ഥിതിയേക്കാൾ 2 ഡിഗ്രി മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കാം എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്നത്. സുലേഖ തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുലേഖ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. എങ്ങനെയുണ്ട്? പുറത്ത് വന്നിട്ട് ചൂടുണ്ടോ? രാവിലെ തന്നെ നമ്മൾ കുളിച്ചൊരുങ്ങി അതിനുശേഷം വീണ്ടും വേർത്ത് കുളിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. എന്തായാലും കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു മുന്നറിയിപ്പ് പ്രകാരം സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ചൂട് കൂടുമെന്നത് തന്നെയാണ് ഈ കാലാവസ്ഥാ വകുപ്പ് നൽകുന്നൊരു മുന്നറിയിപ്പ്. ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജനങ്ങൾക്ക് മാർഗനിർദ്ദേശങ്ങൾ ഒക്കെയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പ്രധാനമായും കൊല്ലത്തും അതിനൊപ്പം തന്നെ ഈ പാലക്കാട്, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കണ്ണൂർ ജില്ലകളിലൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസം യെല്ലോ അലേർട്ട് ഈ ചൂട് കൂടിയ സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് 10 മണിയോടുകൂടിയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ അലേർട്ട് വരുന്നത്. ആ സാഹചര്യത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു സമയത്താണ് ഇത്തരത്തിൽ ഏതൊക്കെ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് ഉള്ളത് എന്ന് നമുക്ക് അറിയാൻ കഴിയും. എന്തായാലും ഇന്ന് നിലവിൽ ഇപ്പോൾ 7 ജില്ലകളിലാണ് ചൂട് കൂടിയ സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിനൊപ്പം തന്നെ UV ഇൻഡെക്സ് അത് ഏറ്റവും കൂടുതൽ കൊല്ലത്താണ്. 10 വരെ ഈ UV ഇൻഡെക്സ് കൊല്ലം ജില്ലയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതിനൊപ്പം തന്നെ കൊല്ലത്തിന് ഒപ്പം തന്നെ ഇടുക്കിയിലും ഈ 10 UV ഇൻഡെക്സ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പത്തനംതിട്ട, മലപ്പുറം ജില്ലകളിൽ 9 UV ഇൻഡെക്സ് രേഖപ്പെടുത്തിയത്. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ അതിനൊപ്പം തന്നെ പാലക്കാട്, ഈ 3 ജില്ലകളിലും 8 UV ഇൻഡെക്സ് രേഖപ്പെടുത്തിയത്. നിലവിൽ കാസർഗോഡും അതിനൊപ്പം തന്നെ വയനാടുമാണ് ഇത്തരത്തിൽ ചൂട് താരതമ്യേന കുറവുള്ള 2 ജില്ലകൾ. അത് കാസർഗോഡും വയനാടുമാണ് എന്നതാണ് പറയാനുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ സംസ്ഥാനത്ത് ചൂടും ഉയരും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. അതിനൊപ്പം തന്നെ ചിലയിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. മാർച്ച് മാസം പകുതി ആയതേ ഉള്ളൂ. ഈ സമയത്ത് തന്നെ ഇത്രയും ചൂടാണെങ്കിൽ ഇനി ഏപ്രിൽ മാസമൊക്കെ നമ്മൾ എങ്ങനെ കടന്നുകൂടുമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. തീർച്ചയായിട്ടും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ മാർച്ച് മാസം പകുതി ആയതേ ഉള്ളൂ. ഇനി ഏപ്രിലുണ്ട്, മെയ് മാസമുണ്ട്. ഈ മാസമൊക്കെ തന്നെയും ചൂട് ഉയരും എന്നതാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഒപ്പം ഈ തെക്കൻ കാറ്റ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അത് ഈ മാർച്ച് മാസം അവസാനത്തോടു കൂടിയാണ് തെക്കൻ കാറ്റ് സംസ്ഥാനത്ത് ഉണ്ടാവുക. ആ ഒരു സാഹചര്യത്തിൽ മഴ ഉണ്ടാകാൻ, അതായത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴയുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ വേനൽ മഴ ലഭിച്ചാൽ ഈ വേനലിന് ഒരു ആശ്വാസം ഉണ്ടാകും എന്നതാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. പക്ഷേ അപ്പോഴും ഈ ചിലയിടങ്ങളിൽ മഴ ലഭിക്കുമ്പോൾ ചിലയിടങ്ങളിൽ ഈ വേനൽ തുടരുമെന്നത് തന്നെയാണ്. ഈ വേനൽ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അതിനൊപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനം ഈ 11 മണി മുതൽ പകൽ 11 മുതൽ വൈകിട്ട് 3 വരെയുള്ള സമയങ്ങളിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കരുത് എന്നത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും സൂര്യാഘാതമേറ്റുള്ള മരണങ്ങൾ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ പ്രധാനമായും ഈ സമയങ്ങളിൽ ആളുകൾ പുറത്തിറങ്ങരുത്. അഥവാ പുറത്തിറങ്ങേണ്ട ഏതെങ്കിലും സാഹചര്യം ഉണ്ടായാൽ കുടയോ അല്ലെങ്കിൽ മറ്റ് കുട അടക്കമുള്ള കാര്യങ്ങൾ കരുതണം, മുൻകരുതൽ സ്വീകരിക്കണമെന്നതാണ് നൽകുന്ന മാർഗനിർദ്ദേശം. അതിനൊപ്പം തന്നെ നിർജ്ജലീകരണം ഒഴിവാക്കുന്നതിന് വേണ്ടി ധാരാളം വെള്ളം കുടിക്കണം, ശുദ്ധജലം കുടിക്കണം എന്നതാണ് മറ്റൊരു നിർദ്ദേശം. കാർബണേറ്റഡ് ആയിട്ടുള്ള പാനീയങ്ങൾ പരമാവധി ഒഴിവാക്കണമെന്നുകൂടി ഈ മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. ഒപ്പം ഈ കോട്ടൺ വസ്ത്രങ്ങൾ അതായിരിക്കും ഈ വേനൽക്കാലത്ത് ധരിക്കുന്നതിൽ ഏറ്റവും നല്ലത് എന്നതുകൂടി ഈ മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാർച്ച് പകുതി ആകുന്നതേ ഉള്ളൂ. ഇനി മെയ് മാസമുണ്ട്, ഒപ്പം ഏപ്രിലുണ്ട്. ഇതൊക്കെ തന്നെയും ഈ കടുത്ത വേനലിലേക്ക് സംസ്ഥാനം പോകും എന്നത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. നിലവിൽ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ സാധാരണ താപനിലയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനുള്ളൊരു സാധ്യതയാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. മനു, ഓക്കെ, താങ്ക് യു സുലേഖ, രാവിലെ ചൂടുള്ള ഈ വാർത്ത തന്നതിന് താങ്ക് യു. നമുക്ക് പിന്നെ കാണാം. വെയിലൊക്കെ അടിക്കാതെ തൽക്കാലത്തേക്ക് അങ്ങ് മാറിക്കോ. ഓക്കെ.
അപ്പോൾ അങ്ങനെ സംസ്ഥാനത്ത് ചൂട് ഇനിയും കൂടുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. എല്ലാവരും ഒന്ന് സൂക്ഷിക്കണേ, കാരണം ഇപ്പോൾ തന്നെ സഹിക്കാൻ വയ്യാത്ത ചൂട്. അപ്പോൾ അത് ഇനിയും കൂടിയാലത്തെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കുക എന്തായിരിക്കുമെന്ന്. അപ്പോൾ ഈ മുന്നറിയിപ്പുകളൊക്കെ പാലിക്കണം. പുറത്ത് പോവുകയാണെങ്കിൽ കുടയൊക്കെ എടുക്കണം. ഈ ഒരു 11 മണിക്ക് ശേഷം ഒരു 3 മണി വരെയുള്ള പരമാവധി പുറത്തിറങ്ങുന്നത് ഒഴിവാക്കാൻ നോക്കുക. ബൈക്ക് യാത്രകൾ കുറയ്ക്കുക. കാരണം ആ സമയത്തൊക്കെ സാധാരണമായ ചൂടാണ് അനുഭവപ്പെടുന്നത്.